ഉസ്ബെക്കിസ്ഥാനിൽ സഹപാഠിയുടെ കൈകൊണ്ട് മരണപ്പെട്ട സവാരിയ ശരിക്കും മതേതര ഹിന്ദുക്കൾക്കൊരു പാഠമാണ് എന്ന് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ ടി.പി. സെൻകുമാർ, ശ്രീജിത്ത് പണിക്കർ, ലസിത പാലക്കൽ. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഇവരുടെ 3 പേരുടെയും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോഴാണ് മതേതര ഹിന്ദു ചമഞ്ഞ് നടക്കുന്ന ഹിന്ദുക്കൾ മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ 3 പോസ്റ്റുകളും കൂട്ടിച്ചേർത്ത് പറയണം എന്ന് തോന്നിയത്. എന്തായാലും ഈ 3 പോസ്റ്റുകളുടെയും ഒരു സംഗ്രഹമാണ് ഈ വീഡിയോ. വായിക്കാം. എവിടെയാണ് ലവ് ജിഹാദ് എന്ന് ചോദിച്ചവരുടെ മുന്നിൽ സവാരിയയുടെ ചതഞ്ഞരിഞ്ഞ ശരീരം ഒരു പാഠമാവുകയാണ്. മതേതര ഹിന്ദുവിനെതിരെ രോഷം കൊള്ളുകയാണ് മുൻ DGP ടി.പി. സെൻകുമാർ. ലവ് ജിഹാദിനെ പറ്റി നിരവധി പേർ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും മതേതര ഹിന്ദുക്കൾ കണ്ണടയ്ക്കുകയാണെന്ന് ഡോക്ടർ ടി.പി. സെൻകുമാർ പറയുന്നു. മതേതര ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവമായ എന്തിനേയും എതിർക്കുന്നത് മതേതരമാണ്. എന്തിനേയും എതിർത്ത് ഹൈന്ദവർക്കെതിരെ കൊണ്ടുവരാൻ പലർക്കും സാധിക്കും. നിയമപുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്ന് കരുതി ലവ് ജിഹാദ് ഇല്ല എന്ന് നമുക്ക് പറയാനാകില്ല. ചിലർ ചോദിക്കാറുണ്ട് എവിടെയാണ് ലവ് ജിഹാദ് എന്നൊക്കെ. കുട്ടികൾ ശ്രദ്ധിക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക. ഇത്തരം അടുപ്പങ്ങൾ ഒഴിവാക്കുക. 10,000 പോയാലും ഇതുവരെ പഠിക്കാത്ത മതേതര ഹിന്ദു ഇനിയെങ്കിലും ഉണരണം, ഇല്ലെങ്കിൽ വലിയ ആപത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക എന്നും സെൻകുമാർ പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ MBBS വിദ്യാർത്ഥിനിയായ സാവരിയ ബസന്തിന്റെ കൊലപാതകം കേരള സ്റ്റോറിയാണ് എന്ന് തന്നെയാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. അത് കേരള സ്റ്റോറി ഫ്രം ഉസ്ബെക്കിസ്ഥാൻ ആണ് എന്നായിരുന്നു ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. ഇതിൽ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷണ ഏജൻസികൾ വിശദമായി അന്വേഷിച്ച് കണ്ടെത്തണം. 2 ഭാഗങ്ങളെ കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തപ്പോൾ ഇവിടെ ലവ് ജിഹാദും മതപരിവർത്തനവും ഇല്ല എന്ന് കേരളം എന്ന് ആഞ്ഞടിച്ചിരുന്നു. എന്നാൽ മതപരിവർത്തനം, സിറിയയിലേക്കുള്ള ആടുമിക്കൽ എന്നിവ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് കേരള സ്റ്റോറി അല്ല എന്ന് പറയാതെ അതേക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം. ശ്രീജിത്ത് പണിക്കർ പറയുന്നു, ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സദറുൽ അനത്തിന് മതപരിവർത്തന ലോബിയുമായി ബന്ധമുണ്ടോ എന്ന കാര്യം ആഴത്തിൽ അന്വേഷിക്കണമെന്നാണ് ശ്രീജിത്ത് പണിക്കരുടെ ആവശ്യം. സാവരിയ ബസന്ത് കോളേജിൽ ചേർന്നിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അവിടെ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയാണ് മലപ്പുറത്തെ സദറുൽ അനമാണ് സാവരിയെ കൊന്നത്. ഇപ്പോൾ അയാൾ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ പിടിയിലാണ്. ഇയാളെ കേരളത്തിലേക്ക് വിട്ടുകിട്ടാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ആദ്യം പുറത്തു വന്ന കഥ സദറുൽ അനം ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചാണ് സാവരിയ മരിച്ചത് എന്നാണ്. പിന്നീടാണ് തല മുതൽ കാലുവരെ സവാരിക്ക് നിരവധി മർദ്ദനങ്ങൾ കിട്ടിയതിന്റെ പാടുകളുണ്ട് എന്ന് സഹപാഠികൾ പറയുന്നത്. മതപരിവർത്തനത്തിന് സാവരിയെ നിർബന്ധിച്ചിരുന്നതായും പറയുന്നു. ഇതാണ് ശ്രീജിത്ത് പണിക്കർ ടി.പി. സെൻകുമാറും പറയുന്നത്. കാരണം ഹിന്ദുക്കൾ ഉണരണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ വരുമ്പോൾ ശരിക്കും കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം. കുഞ്ഞുങ്ങൾ അപകടങ്ങളിൽ പോയി പെടരുത് എന്നുള്ളത് ശരിക്കും ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് ഈ 2 സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും പറയുന്നത്. എന്തായാലും മറ്റൊരു പോസ്റ്റ് ലസിത പാലക്കൽ പറയുന്നതാണ്. ലസിത പറയുന്ന വാക്കുകൾ, ലസിതയുടെ ആ ഒരു പോസ്റ്റിലേക്ക് പോകുമ്പോൾ അനുജ പോയി ഖലീൽ ബാക്കി, ആദിത്യ പോയി മുഹമ്മദ് ബാക്കി, നന്ദ പോയി ഷുഹൈബ് ബാക്കി, ശ്രദ്ധ പോയി അഫ്താബ് ബാക്കി, ധന്യ പോയി ഷക്കീർ ബാക്കി, രേഷ്മ പോയി അയൂബ് ബാക്കി, സചിത്ര പോയി ജസീർ ബാക്കി, ടിനു പോയി അക്സാം ബാക്കി, മറ്റൊരു രേഷ്മ പോയി അക്താർ ബാക്കി, വീണ്ടും രേഷ്മ പോയി നൌഷാദ് ബാക്കി, നിമിഷ പോയി ബാസിൽ ബാക്കി, സോണിയ സെബാസ്റ്റ്യൻ പോയി ജംഷിദ് ബാക്കി, ശ്രുതി പോയി അജ്മൽ ബാക്കി, സവാരിയ പോയി സദറുൽ അലം ബാക്കി, ലവ് പോയി ജിഹാദ് ബാക്കി. നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും എണ്ണം കൂട്ടിക്കൂട്ടി പോകാം എന്നാണ് ലസിത പാലക്കൽ പറയുന്നത്. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല, സത്യമാണ്. ഒരിക്കലും അത് നിഷേധിച്ച് ലസിത പറയുന്നില്ല. ജിഹാദ് മാത്രമേ ഉള്ളൂ. കേരള സ്റ്റോറി സിനിമ സത്യമല്ല. മതേതരത്വം തകരും. നമ്മുടെ പെൺകുട്ടികൾ കരുതിയിരിക്കുക. കുറഞ്ഞ പക്ഷം എല്ലാ വീടുകളിലും കുട്ടികളെ ഒരു ദിവസം മുഹമ്മദ് ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോ എങ്കിലും ഒരു 10 മിനിറ്റ് കാണിക്കുക എന്ന് പറഞ്ഞാണ് ലസിത പാലക്കൽ തൻ്റെ പോസ്റ്റ്, തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ എല്ലാവരും അക്രമകാരികളാണ് എന്ന് പറയുന്നില്ല. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവരും അക്രമകാരികളാണ് എന്ന് പറയുന്നില്ല. പക്ഷെ ഒറ്റപ്പെട്ടെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾ കരുതിയിരിക്കുക, ചതിക്കുഴികളിൽ പെടാതിരിക്കുക. കാരണം നിങ്ങളെ കാത്തിരിക്കുന്ന വീട്ടുകാർ, നിങ്ങളുടെ കൈ വളരുന്നു, കാല് വളരുന്നു എന്ന് സ്വപ്നങ്ങൾ കണ്ട് നിങ്ങളെ വളർത്തിയ വീട്ടുകാർ, അവർ നിങ്ങൾക്കായി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, കുഴികളിൽ ചാടാതിരിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.